ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസ് സോൺ. അപ്പോൾ നമ്മുടെ DRDO റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അതിന്റെ സിലബസ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങിയില്ലാന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് ജനുവരി 1 അല്ല. അപ്പോൾ ലാസ്റ്റ് ക്യാമ്പ് ആവുമ്പോൾ സെർവർ ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റും ടെക്നീഷ്യനും ഉണ്ട്. അപ്പോൾ ഏറ്റവും നമുക്ക് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് സിലബസ് നമുക്ക് പറയാം. അതിൽ ഇലക്ട്രിക്കലും അതേപോലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് സെപ്പറേറ്റ് ആയിട്ടാണ് സിലബസ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കേസിൽ ഇലക്ട്രിക്കൽ മെഷീൻസ് എല്ലാം, പിന്നെ പവർ സിസ്റ്റം ജനറേഷൻ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ വന്നു. പിന്നെ നമ്മുടെ സർക്യൂട്ടിന്റെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ അതിൽ വരും. പിന്നെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആൻഡ് അനാലിസിസ്. ഓക്കെ. പിന്നെ EDC ഇലക്ട്രോണിക്സ് കമ്പണന്റ് ഡിവൈസസ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, മൈക്രോ പ്രൊസസർ ആൻഡ് മൈക്രോ കൺട്രോളർ, പെരിഫറൽ ഡിവൈസ്, കൺട്രോൾ സിസ്റ്റം വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ, മെഷർമെന്റ്സ്, ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോള്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്, മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റ്, അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ആൻഡ് റിലവൻറ്റ് ടോപ്പിക്സ് ഫ്രം ദി സബ്ജക്ട് എന്നുള്ള രീതിയിലാണ് അവരോട് പറഞ്ഞത്. CBT 2 മാത്രമേ ആവശ്യമുള്ളൂ. CBT 1 അവിടെ ആവശ്യമില്ല. CBT 1 എന്ന് പറഞ്ഞാൽ റീസണിങ്, മാത്സ്, റീസണിങ്, മാത്സ്, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ് കാര്യങ്ങളൊക്കെയാണല്ലോ. ആപ്റ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെയാണ്. CBT 2 കേസിൽ മാത്രമേ ഇത് വരുന്നുള്ളൂ. ടയർ 2 എന്നുള്ള രീതിയിൽ അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലാണെങ്കിലോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മെറ്റീരിയൽസ്, ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, എസ്റ്റിമേഷൻ, കോസ്റ്റിംഗ്, ഇലക്ട്രിക്കൽ സർക്യൂട്ട് അനാലിസിസ്, ഇലക്ട്രിക്കൽ മെഷീൻസ്, ഇലക്ട്രിക്കൽ പവർ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ കൺട്രോൾ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് മൈക്രോപ്രൊസസർ ആൻഡ് റെലവന്റ് ടോപ്പിക് ഫ്രോം ദി സബ്ജക്ട് എന്ന രീതിയിലാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇതാണ് എന്ത് ചെയ്തിരിക്കുന്നത്, രണ്ടിന്റെ സിലബസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, ഇലക്ട്രിക്കലും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സും. ഇനി നമ്മളുടെ ഇലക്ട്രീഷ്യന്റെ ആണെന്നുണ്ടെങ്കിൽ ടെക്നീഷ്യൻ, അത് അവരുടെ 12 ITI ട്രേഡ് ആണ്. നമ്മുടെ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നുള്ള രീതിയിലല്ലേ. അപ്പൊ അവിടെ ബേസിക്സ്, പിന്നെ ഫ്യൂസ് ആൻഡ് റിലേസ്, സെൽസ് ആൻഡ് ബാറ്ററീസ്, മെഷീൻസ് ആൻഡ് മോട്ടോഴ്സ്, AC, സാച്ചുറേറ്റഡ് കറന്റ്, ട്രാൻസ്ഫോമേഴ്സ്, വയറിംഗ് സിസ്റ്റംസ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ലൈറ്റിംഗ്, ബേസിക് ഇലക്ട്രോണിക്സ് ആൻഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, പവർ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ദ റിലവന്റ് ടോപ്പിക് ഫ്രം ദി സബ്ജക്ട് ഓഫ് ട്രേഡ്. ഇത് നമ്മളുടെ കേരള PSCയുടെ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ലൈൻമാന്റെ സെയിം സിലബസ് ആണല്ലോ ITI ലെവല്. ഓക്കെ. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ഉള്ള സിലബസ്. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.